ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ്. ഇന്ന് നമ്മൾ അബുദാബിയിലുള്ള ഷെയ്ഖ് സായിദ് മസ്ജിദ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെയാണിത്. അപ്പോൾ ആ ഡ്രീം പ്ലേസ് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണേ. ഈ പള്ളി എന്ന് വെച്ചാൽ വേൾഡിലെ ഏറ്റവും വലിയ പള്ളികളിൽ 4ാം സ്ഥാനത്ത് കൂടിയാണ് ഈ ഷെയ്ഖ് സായിദ് പള്ളി. നമുക്ക് നേരെ പള്ളിയിലോട്ട് കയറി പോകാൻ പറ്റില്ല, അതിന് ചില ഫോർമാലിറ്റീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ കയറി നമ്മൾ ആ ഗ്ലോബ് കാണാനില്ലേ, അവിടെ ചെന്നിറങ്ങണം. ഈ വണ്ടിയെല്ലാം അവിടുത്തെ ഫ്രീ സർവീസ് തന്നെയാണ്. 30 ഏക്കർ സ്ഥലത്താണ് നമ്മുടെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. UAE രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദ് ആണ് ഈ പള്ളി പണി കഴിപ്പിച്ചത്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഇവിടെ തന്നെയാണ് ഖബറടക്കിയിട്ടുള്ളതും. ഏകദേശം 11 വർഷം എടുക്കേണ്ടി വന്നു ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി നമ്മളവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ലിഫ്റ്റ് വഴി അതിൻ്റെ താഴേക്കാണ് ഇറങ്ങേണ്ടത്. ഇപ്പോൾ ഇത് അതിൻ്റെ ഉൾഭാഗമാണിത്, ആ ഗ്ലോബ് പോലത്തെ അതിൻ്റെ ഉൾഭാഗമാണിത്. ഇതിൻ്റെ അണ്ടറിലായിട്ട് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളതും പള്ളി നിൽക്കുന്നതൊക്കെ ഇതിൻ്റെ മുകളിലാണ്. ഇത് ഒരു അണ്ടർഗ്രൗണ്ട് പോലത്തെ ഒരു ഏരിയയാണ് ഇത്. ഇത് കുറച്ച് ദൂരം ഇതുപോലെ തന്നെ ഉണ്ട്, ഷോപ്പുകളായിട്ടും പിന്നെ ഷോപ്പില്ലാണ്ടും. പള്ളിയുടെ ഉള്ളിൽ കയറുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഇസ്ലാമിക് ഡ്രസ്സ് നിർബന്ധമാണ്. അപ്പോൾ അതിന് റെൻറ്റിനും അല്ലാണ്ടും ഒക്കെ ആയിട്ട് ഇവിടെ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഇവിടെ ഒരു മജ്ലിസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു മുസ്ലിം പഴയ ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത്. ഇവിടെ നിന്നാണ് നമുക്ക് സെക്യൂരിറ്റി സിസ്റ്റങ്ങളൊക്കെ കഴിഞ്ഞ് പോകാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഏജ്, കൺട്രി, നമ്പർ എല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ബാർകോഡ് വരും. ആ ബാർകോഡ് നമ്മളെ ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കണം. പിന്നെ എവിടെ സെക്യൂരിറ്റി ചെക്കിങ് കാണുമ്പോഴും നമ്മളോട് ഈ ബാർകോഡാണ് ചോദിക്കുക. അപ്പോൾ നമ്മളെ ഫോണിൽ നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ച് ആ ഒരു ബാർകോഡ് കാണിച്ചു കൊടുക്കണം. ഇതിനുള്ളിലൂടെ നമുക്കൊരു 10-20 മിനിറ്റ് നടക്കാനുള്ളതായിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി വന്ന പോലെ വീണ്ടും നമുക്കിതിൻ്റെ അറ്റത്തൊരു ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുവഴി നമ്മൾ പള്ളിയുടെ എൻട്രൻസിൽ ഇപ്പോഴാണ് എത്തിയിട്ടുള്ളത്. ആ ലിഫ്റ്റ് വഴി നമ്മൾ മുകളിലേക്ക് തന്നെ കയറി വന്ന്.
ഈ പള്ളിയിൽ മുഴുവനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിളാണ്. ഒരേ സമയം ഇവിടെ 40,000 പേർക്ക് വരെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കാമെന്നാണ് പറയുന്നത്. പിന്നെ 24 മണിക്കൂറും ഇവിടെ ഖുർആൻ പാരായണം നടക്കുന്നുണ്ട്. പകൽ കാണുന്നതിനേക്കാളും രാത്രി ഇവിടെ കാണാൻ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. പക്ഷേ രാത്രി നമ്മൾക്ക് കാണാനുള്ള അലോട്ട്മെൻറ്റ് ഇപ്പോൾ ഇല്ല. പകൽ ഒരു 6 മണി, വൈകിട്ട് 6 മണി വരെ ഉള്ളൂ. പള്ളിയുടെ ചുറ്റുമായിട്ട് ഇതുപോലുള്ള വെള്ളക്കെട്ടുകളുണ്ട്. അത് കാരണം തന്നെ അവിടെ നമ്മൾ നിലത്തൊക്കെ ചവിട്ടുമ്പോൾ നല്ലൊരു തണുപ്പാണ്. ഇത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിൻ്റെതാണ്. ഇപ്പോഴാണ് നമ്മൾ പള്ളിയുടെ മെയിൻ മിനാരത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഉള്ളതാണ് ഈ ലൈറ്റ്, ഈ ഹാങ്ങിങ് ലൈറ്റ് ഗ്ലാസ് കൊണ്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഹാങ്ങിങ് ലൈറ്റ് ആണ് അത്ര ഇത്. ഇതിന് 49 അടി ഹൈറ്റ് ഉണ്ട്. ഇതുപോലുള്ള 3 ഈ ഹാളിൽ ഹാങ് ചെയ്തിട്ടുണ്ട്.
ഈ മെയിൻ ഹാളിലായിട്ട് ഇതിൻ്റെ ചുവരിൽ അള്ളാഹുവിൻ്റെ പേരുകളായ 99 പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് പള്ളിയുടെ ഉള്ളിലെ കാഴ്ചകളൊക്കെ. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനിയും ഉണ്ട് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. നമ്മൾ ഇങ്ങോട്ട് വന്ന അതുപോലെ തന്നെ തിരിച്ചു പോവണം. ഇനി നമ്മളിവിടെ വെയിറ്റ് ചെയ്താൽ ഇതുപോലെ വണ്ടി വരും. എന്നിട്ട് നമ്മളെ ആ ഗ്ലോബിൻ്റെ അടുത്തായിട്ട് ഇറക്കും. എന്നിട്ട് വീണ്ടും ആ അണ്ടർഗ്രൗണ്ടിലൂടെ തന്നെയാണ് നമുക്ക് പുറത്തിറങ്ങേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഇനി വേറെ നമ്മൾ കാണാത്ത ഒരുപാട് നല്ല ഷോപ്പുകളും കുറേ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടെ കാണാം. ഈ ഒരു ഷോപ്പ് കണ്ടപ്പോൾ നമ്മളിവിടെ നിന്ന് ഇവിടെ നല്ല അടിപൊളി ആൻറ്റിക്കും സെറാമിക് കളക്ഷൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിയില്ലെങ്കിൽ ഒന്ന് കാണാമെന്ന് വെച്ച്. അങ്ങനെ നമ്മളെല്ലാം കണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ താഴെയായിട്ടാണ് ഈ അണ്ടർഗ്രൗണ്ട് ഉണ്ടായിരുന്നത്. ഇവിടെ ഇരുന്ന് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ താഴെയാണ്. നമ്മളിനി തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.